Let the wicked perish in the presence of God. ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിച്ചു പോകുന്നു. But let that same presence of God bring gladness in the hearts of the righteous people. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നീതിമാന്മാരുടെ ഹൃദയത്തിൽ സന്തോഷം നൽകുന്നു. Wow, I love this. എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണ്. He's saying the same presence of God will bring destruction in the life of wicked, but that same presence of God will bring blessing in the house of the righteous. ദൈവത്തിന്റെ അതേ സാന്നിധ്യം ദുഷ്ടന്മാരുടെ ജീവിതത്തിൽ അവർക്കത് നാശം കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അതേ സാന്നിധ്യം നീതിമാന്മാരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നു. The presence of God will make the wicked melt like wax in the fire, but that same presence will let the righteous rejoice before God. അതേ ദൈവ സാന്നിധ്യം തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടനെ ഒടുക്കിക്കളയുമ്പോൾ അതേ ദൈവ സാന്നിധ്യം നീതിമാന്മാരുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകും. Verse 3 starts like this. മൂന്നാം വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. But the righteous be glad. എങ്കിലും നീതിമാന്മാർ സന്തോഷിക്കും. But let the righteous be glad. എങ്കിലും നീതിമാന്മാർ സന്തോഷിക്കും. What does it mean? എന്താണ് ഇതിന്റെ അർത്ഥം? Things might be all challenging in front of you. അതെ, ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിലുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് വെല്ലുവിളിയായി നിൽക്കുകയാണ്. There might be famine all around you. ഒരുപക്ഷെ ഒരു ക്ഷാമം നിങ്ങളുടെ ചുറ്റും ആയിരിക്കാം. There might be all kinds of destruction all around you. നിങ്ങളുടെ ചുറ്റും ഒരുപക്ഷെ തകർച്ചയുടെ അനുഭവമായിരിക്കും. You might be seeing all kinds of negative things all around you. ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റും നിഷേധാത്മകമായ സാഹചര്യങ്ങളാണ്. But what is David saying? എന്നാൽ ദാവീദ് എന്താണ് പറയുന്നത്? If you are in the presence of God, നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. even in midst of all these things, the righteous will be glad. നിങ്ങൾക്ക് വിരോധമായി പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോഴും നീതിമാൻ സന്തോഷിക്കും.